ഭാരതത്തിന്റെ കിഴക്കൻ കവാടമായ അസമിൽ നിന്ന് ആവേശകരമായ വാർത്തകൾ പുറത്തുവരികയാണ്. അസമിലെ ജനത ഒരിക്കൽ കൂടി വിധി എഴുതിയിരിക്കുന്നു. ഇതാ വികസനത്തിന്റെ വിജയം, ഇതാ കൃത്യമായ നിലപാടുകളുടെ വിജയം. അസമിലെ മണ്ണിൽ നിന്ന് വീണ്ടും BJP തരംഗം ആനടിക്കുകയാണ്. വെറുമൊരു വിജയം എന്നല്ല, എതിരാളികളെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് അസമിലെ ചായത്തോട്ടങ്ങൾ മുതൽ ബ്രഹ്മപുത്രയുടെ തീരങ്ങൾ വരെ താമര വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. തുടർച്ചയായ മൂന്നാം തവണയും അസമിൽ NDA ഭരണം ഉറപ്പിച്ചു. അത് വെറുതെ ഉണ്ടായതല്ല. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഹിമന്ത വിശ്വ ശർമ്മ എന്ന കരുത്തനായ മുഖ്യമന്ത്രി അസമിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾക്കുള്ള അംഗീകാരമാണിത്. ഇനി നോക്കൂ, വോട്ടെണ്ണൽ ആരംഭിച്ച മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ ചിത്രം വ്യക്തമായി കഴിഞ്ഞതാണ്. അവിടെ 126 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗത്തിലും BJP നയിക്കുന്ന NDA സഖ്യം എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി മുന്നേറി. ജലുക്ബാരിയിലെ തന്റെ കോട്ടയിൽ ഹിമന്ത വിശ്വ ശർമ്മ ഒരു വൻമതിൽ പോലെ ഉറച്ചു നിൽക്കുന്നു. എതിരാളികൾക്ക് ഒരു അവസരവും നൽകാതെ ജനഹൃദയങ്ങൾ കീഴടക്കി അദ്ദേഹം മുന്നേറുന്നത് കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം: അസമിന് ഇനി ഹിമന്തയില്ലാതെ മറ്റൊരു നായകൻ ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ഓരോ വാക്കിലും അസമിലെ യുവാക്കളും സ്ത്രീകളും നൽകിയ വലിയ പിന്തുണയാണ് ഇന്ന് ഈ വമ്പിച്ച വിജയത്തിൽ കാണുന്നത്. ഇനി എതിരാളികളെ നോക്കൂ. വൻ പ്രഖ്യാപനങ്ങളുമായി വന്ന കോൺഗ്രസ് സഖ്യം ഇന്ന് ചിത്രത്തിൽ പോലുമില്ല. ഗൗരവ് ഗൊഗോയെ പോലുള്ള പ്രമുഖ നേതാക്കൾ പോലും സ്വന്തം മണ്ണിൽ പതറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കുടുംബ പാരമ്പര്യം കൊണ്ടോ പഴയ കാലത്തെ ഓർമ്മകൾ കൊണ്ടോ ജനവിധി നേടാമെന്ന കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകളെല്ലാം അസമിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വിഘടനവാദത്തിനും അഴിമതിക്കും മറുതി വരുത്തിക്കൊണ്ട് BJP സർക്കാർ കൊണ്ടുവന്ന സമാധാനവും പുരോഗതിയുമാണ് ജനങ്ങൾ വോട്ടായി മാറ്റിയത്. സമുദായ വികാരങ്ങൾ ഇളക്കി വിട്ട് വോട്ട് പിടിക്കാമെന്ന് കരുതിയ AIUDF പോലുള്ള ശക്തികൾക്ക് അസമിലെ വോട്ടർമാർ കൃത്യമായ മറുപടി നൽകി. അസം ഇന്ന് ചിന്തിക്കുന്നത് വിഭാഗീയതയെ കുറിച്ചല്ല, മറിച്ച് ഇന്ത്യയുടെ വളർച്ചയ്ക്കൊപ്പം എങ്ങനെ തോളോട് തോൾ ചേർന്ന് നിൽക്കാം എന്നതിനെ കുറിച്ചാണ്. ഇനി ഈ വിജയത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത അസമിലെ സ്ത്രീകളുടെ പങ്കാളിത്തമാണ്. 86% സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തിയത് ഒരു വിപ്ലവമാണ്. ഹിമന്ത സർക്കാർ നടപ്പിലാക്കിയ അരുണോദയ് പോലുള്ള പദ്ധതികൾ സാധാരണക്കാരായ സ്ത്രീകളുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം ചെറുതല്ല. വികസനം വെറും വാചകങ്ങളിൽ ഒതുക്കാതെ ഓരോ വീട്ടിലും എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഇന്ന് ഓരോ മണ്ഡലത്തിലും BJP സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന വൻ ഭൂരിപക്ഷം. യുവതലമുറയുടെ കാര്യമെടുത്താലും മാറ്റം പ്രകടമാണ്. പുതുതലമുറ വോട്ടർമാർ അന്ധമായ രാഷ്ട്രീയത്തിന് പിന്നാലെയല്ല, മറിച്ച് അവസരങ്ങൾക്കും സുരക്ഷയ്ക്കും പിന്നാലെയാണ് പോയത്. ഗുവാഹത്തി സെൻട്രലിൽ വിജയ് ഗുപ്തയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ലഭിക്കുന്ന വലിയ പിന്തുണ കാണിക്കുന്നത് അനുഭവ സമ്പത്തിനുള്ള അംഗീകാരം തന്നെയാണ്. അസമിലെ ഗോത്ര വിഭാഗങ്ങളും ചായത്തോട്ടം തൊഴിലാളികളും ഒറ്റക്കെട്ടായി BJPക്കൊപ്പം നിന്നു എന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ അസം നിയമസഭാ തിരഞ്ഞെടുപ്പ് 2026 എന്നത് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ്. നരേന്ദ്രമോദി എന്ന ലോക നേതാവിന്റെ ദീർഘവീക്ഷണവും ഹിമന്ത വിശ്വ ശർമ്മ എന്ന അസമിലെ ജനകീയനായ മുഖ്യമന്ത്രിയുടെ കഠിനാധ്വാനവും ചേർന്നപ്പോൾ അസം ഒരു ന്യൂ ഇന്ത്യയുടെ മാതൃകയായി മാറിയിരിക്കുകയാണ്. വികസനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ, നുഴഞ്ഞുകയറ്റത്തിനെതിരെയുള്ള കർശന നടപടികൾ, സാംസ്കാരിക അസ്തിത്വം സംരക്ഷിക്കാനുള്ള ധീരമായ നീക്കങ്ങൾ, ഇതെല്ലാം അസമിലെ ജനങ്ങൾ നെഞ്ചേറ്റിയിരിക്കുന്നു. എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനേക്കാൾ വലിയൊരു വിജയം BJPക്ക് അസമിൽ ലഭിച്ചിരിക്കുകയാണ്. 100-ലധികം സീറ്റുകൾ നേടി NDA ചരിത്രം കുറിക്കാൻ പോവുകയാണ്. ഇനി വരാനിരിക്കുന്നത് അസമിന്റെ സുവർണ കാലഘട്ടമാണ്. ഹിമന്ത വിശ്വ ശർമ്മയുടെ 2ാം ഇന്നിംഗ്സിൽ അസം കൂടുതൽ ഉയരങ്ങളിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷത്തിന്റെ കെട്ടുകഥകൾക്കും വ്യാജ പ്രചാരണങ്ങൾക്കും ജനം മറുപടി നൽകി കഴിഞ്ഞു. അസമിലെ കാറ്റിൽ ഇപ്പോൾ ഒരു സംഗീതം മാത്രമേയുള്ളൂ. അത് വിജയത്തിൻ്റെതാണ്, അത് വികസനത്തിൻ്റെതാണ്. ഭാരതത്തിന്റെ കിഴക്കൻ ദിക്കിൽ സൂര്യൻ ഉദിച്ചുയരുന്നത് പോലെ താമര വിരിഞ്ഞു നിൽക്കുന്ന ഈ സുന്ദരമായ കാഴ്ച വരാനിരിക്കുന്ന നാളുകളിൽ അസമിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാക്കി മാറ്റുമെന്നതിൽ തർക്കമില്ല. BJPയുടെ ഈ പടയോട്ടം വെറും ഒരു തുടക്കം മാത്രമാണ്. ഈ വിജയത്തിന്റെ അലയൊലികൾ കേവലം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഒതുങ്ങുന്നതല്ല. ഇത് അസമിലെ ഓരോ സാധാരണക്കാരന്റെയും അടുക്കളയിലും ചർച്ചയാവുകയാണ്. ഹിമന്ത വിശ്വ ശർമ്മ എന്ന കരുത്തനായ നായകനെ അസമിലെ ജനങ്ങൾ എന്തിനാണ് ഇത്രയേറെ സ്നേഹിക്കുന്നതെന്ന ചോദ്യത്തിന് ഇന്ന് വോട്ടർമാർ തന്നെ മറുപടി നൽകിയിരിക്കുന്നു. അത് കേവലം രാഷ്ട്രീയമല്ല, അതൊരു
ഒരു വികാരമാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് അതിന് പരിഹാരം കാണുന്ന ഒരു മുഖ്യമന്ത്രിയെ അസം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇനി നോക്കൂ, അസമിലെ ഗോത്രവർഗ മേഖലകളിലും ചായത്തോട്ടങ്ങളിലും ഇന്ന് ആഘോഷമാണ്. കാലങ്ങളായി തങ്ങളെ വോട്ട് ബാങ്കായി മാത്രം കണ്ടിരുന്നവർക്ക് അവിടുത്തെ ജനങ്ങൾ നൽകിയ കനത്ത പ്രഹരമാണിത്. BJP സർക്കാർ കൊണ്ടുവന്ന വികസനത്തിന്റെ ഗുണഫലങ്ങൾ ഏറ്റവും ഒടുവിലത്തെ സാധാരണക്കാരനിലേക്കും എത്തിയെന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഈ വമ്പിച്ച ഭൂരിപക്ഷം. നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തുമെന്നും അസമിന്റെ മണ്ണും സംസ്കാരവും സംരക്ഷിക്കുമെന്നും നൽകിയ വാക്കുകൾ പാലിച്ച ഒരു സർക്കാരിനെ ജനം കൈവിടില്ല എന്ന സത്യം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മണ്ണ് അസമുകാരുടേതാണ്. ഇവിടെ പുറത്തു നിന്നുള്ളവരുടെ അജണ്ടകൾ നടപ്പാവില്ലെന്ന് ഹിമന്ത ശർമ്മ ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ അത് ഓരോ അസമുകാരന്റെയും ചങ്കൂറ്റമായി മാറി. കോൺഗ്രസ് എത്രയൊക്കെ വേഷം കെട്ടി വന്നാലും AIUDF എത്രയൊക്കെ വിഭാഗീയതയുണ്ടാക്കാൻ ശ്രമിച്ചാലും അസമിലെ ജനത ഇന്ന് വികസനത്തിനൊപ്പമാണ് ചിന്തിക്കുന്നത്. ഗൗരവ് ഗൊഗോയിയുടെ മറ്റും രാഷ്ട്രീയ മോഹങ്ങൾ ബ്രഹ്മപുത്രയിലെ വെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയിരിക്കുന്നു. ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോരെന്നും മണ്ണിലിറങ്ങി പണിയെടുക്കണമെന്നും ഈ തിരഞ്ഞെടുപ്പ് ഫലം അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അസമിലെ ഈ കാവി തരംഗം വടക്കുകിഴക്കൻ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ദേശവിരുദ്ധ ശക്തികൾക്കും വിഘടനവാദികൾക്കും അസമിൽ ഇനി സ്ഥാനമില്ല. ഇത് ഹിമന്ത വിശ്വ ശർമ്മയുടെ മാത്രം വിജയമല്ല, ഇത് ഓരോ ഭാരതീയന്റെയും വിജയമാണ്. അസമിന്റെ മണ്ണിൽ വിരിഞ്ഞ ഈ വികസനത്തിന്റെ താമര എന്നും വാടാതെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.